ആകാശവാണി. നമസ്കാരം. വാർത്താ വീക്ഷണം. ആക്സിയം 4 അന്താരാഷ്ട്ര ബഹിരാകാശ ദൌത്യം. ശുഭപ്രതീക്ഷയുമായി ഇന്ത്യയുടെ ശുഭാൻഷു ശുക്ലയും. തയ്യാറാക്കിയത് സിനോവ് സത്യൻ, മാധ്യമപ്രവർത്തകൻ. അവതരണം നരേന്ദ്രമോഹൻ. ആക്സിയം ദൌത്യത്തിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ ബഹിരാകാശ യാത്രികനായി ചരിത്രം സൃഷ്ടിക്കാനൊരുങ്ങുകയാണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല. ഇന്ത്യൻ വ്യോമസേനയിലെ ടെസ്റ്റ് പൈലറ്റും ഇന്ത്യയുടെ ഗഗൻയാൻ ദൌത്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട ISROയുടെ 4 ബഹിരാകാശ യാത്രികരിൽ ഒരാളുമാണ് ശുഭാൻഷു ശുക്ല. മനുഷ്യന്റെ ബഹിരാകാശ യാത്ര എന്ന സ്വപ്ന ദൌത്യത്തിലേക്ക് 4 പതിറ്റാണ്ടിനു ശേഷമുള്ള ഇന്ത്യയുടെ തിരിച്ചുവരവ് കൂടിയാകുന്ന ഈ ദൌത്യം അന്താരാഷ്ട്ര ബഹിരാകാശ പര്യവേക്ഷണത്തിൽ രാജ്യം അതിവേഗം മുന്നേറുകയാണെന്ന് വ്യക്തമാക്കുന്നു. ഭാവി സാധ്യതകൾ കൂടി കണക്കിലെടുത്തുള്ള ദൌത്യത്തിന്റെ ഭാഗമായ ബഹിരാകാശ പേടകം ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിലെ വിക്ഷേപണ സമുച്ചയം 39Aയിൽ നിന്നാകും വരും ദിവസങ്ങളിലൊന്നിൽ കുതിച്ചുയരുക. അമേരിക്കയുടെ മിഷൻ കമാൻഡർ പെഗ്ഗി വിറ്റ്സൺ, മിഷൻ സ്പെഷ്യലിസ്റ്റുകളായ പോളണ്ട് സ്വദേശി സ്ലോവോസ് ഉസ്നാൻസ്കി വിസ്നിയേവ്സ്കി, ഹംഗറിക്കാരനായ ടിബോർ കപ്പു എന്നിവരാണ് ബഹിരാകാശ യാത്രാ സംഘത്തിലെ മറ്റ് അംഗങ്ങൾ. ആക്സിയം 4 ദൌത്യത്തിനായി ശുഭാൻഷു ഉൾപ്പെടെയുള്ള 4 അംഗ സംഘത്തിന്റെ ഫുൾ ഡ്രസ് റിഹേഴ്സലുകളെല്ലാം വിജയകരമായി പൂർത്തിയാക്കി. 1984 റഷ്യയുടെ സോയൂസ് T-11ന്റെ ഭാഗമായ ഇന്ത്യക്കാരൻ വിംഗ് കമാൻഡർ രാകേഷ് ശർമ്മയ്ക്കു ശേഷം നീണ്ട 4 ദശാബ്ദങ്ങൾ കഴിഞ്ഞ് ഇതാദ്യമായാണ് മനുഷ്യരെ ഉൾപ്പെടുത്തിയുള്ള ബഹിരാകാശ യാത്രയിലേക്കുള്ള ഇന്ത്യയുടെ തിരിച്ചുവരവ് എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്പേസ് എക്സിന്റെയും നാസയുടെയും പങ്കാളിത്തത്തോടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ആക്സിയം സ്പേസ് നടത്തുന്ന സ്വകാര്യ യാത്രയാണ് ആക്സിയം 4 ദൌത്യം. നാസ, സ്പേസ് എക്സ്, ആക്സിയം സ്പേസ്, ISRO എന്നിവയുടെ അന്താരാഷ്ട്ര സഹകരണമായ ആക്സിയം 4 ദൌത്യത്തിലെ ഇന്ത്യൻ സാന്നിധ്യമായി ചരിത്രം കുറിക്കുകയാണ് വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല. സ്പേസ് എക്സ് പുതുതായി വികസിപ്പിച്ചെടുത്ത ഡ്രാഗൺ ബഹിരാകാശ പേടകവും ഫാൽക്കൺ 9 റോക്കറ്റും ഉപയോഗിച്ചാണ് കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നും ദൌത്യത്തിന്റെ വിക്ഷേപണം നടക്കുക. വിക്ഷേപണത്തിന്റെ ആദ്യ മിനിറ്റിൽ റോക്കറ്റിന്റെ ആദ്യഘട്ടം വേർപെട്ട് ഭൂമിയിൽ തിരികെയെത്തും. പുനരുപയോഗിക്കാൻ കഴിയുന്ന റോക്കറ്റ് ഭാഗമാണ് ഇത്. വിക്ഷേപണത്തിന്റെ ആദ്യ മിനിറ്റിൽ റോക്കറ്റിന്റെ ആദ്യഘട്ടം വേർപെട്ട് ഭൂമിയിൽ തിരികെയെത്തും. പുനരുപയോഗിക്കാൻ കഴിയുന്ന റോക്കറ്റ് ഭാഗമാണ് ഇത്. 9ാം മിനിറ്റിൽ ഡ്രാഗൺ പേടകം റോക്കറ്റിൽ നിന്നും വേർപെട്ട് നിശ്ചിത ഭ്രമണപഥത്തിലേക്ക് നീങ്ങും. 28 മണിക്കൂറോളം ഭൂമിയെ ചുറ്റുന്ന പേടകം പിന്നീട് ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്യും. തുടർന്ന് ശുക്ലയും സംഘവും നിലയത്തിൽ പ്രവേശിക്കും. 14 ദിവസം നിലയത്തിൽ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ ശേഷം മടങ്ങും. 4 അംഗ സംഘം 60-ലധികം ഗവേഷണങ്ങൾ നടത്തും. മനുഷ്യാരോഗ്യം, ഭൗമനിരീക്ഷണം, ഭൗതിക ശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളിലാണ് പ്രധാന ഗവേഷണങ്ങൾ നടക്കുക. 31 രാജ്യങ്ങളുടെ പങ്കാളിത്തമുള്ളതിനാൽ ഈ യാത്ര അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമാണ്. ഉത്തർപ്രദേശ് സ്വദേശിയായ ശുഭാൻഷു ശുക്ല 1985 ഒക്ടോബർ 10 ലഖ്നൌവിലാണ് ജനിച്ചത്. ലഖ്നൌവിലെ സിറ്റി മോണ്ടിസോറി സ്കൂളിൽ നിന്നും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി 1999 കാർഗിൽ യുദ്ധത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് രാജ്യത്തെ സേവിക്കാൻ അദ്ദേഹം ദൃഢനിശ്ചയം ചെയ്തു. UPSCയുടെ നാഷണൽ ഡിഫൻസ് അക്കാദമി പരീക്ഷയിൽ അദ്ദേഹം വിജയം കരസ്ഥമാക്കി. 2005 കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടി. പിന്നീട് ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നിന്നും എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ മാസ്റ്റർ ഓഫ് ടെക്നോളജി ബിരുദം നേടി. സൈനിക ശാസ്ത്ര വിഷയങ്ങളിൽ കരുത്തുറ്റ അക്കാദമിക അടിത്തറ അദ്ദേഹത്തിനുണ്ട്. 2006 ജൂണിൽ ഇന്ത്യൻ വ്യോമസേനയിൽ ഫൈറ്റർ സ്ട്രീമിൽ ഫ്ലൈയിംഗ് ഓഫീസറായി ശുഭാൻഷു ശുക്ല കമ്മീഷൻ ചെയ്യപ്പെട്ടു. വർഷങ്ങളായി നിരവധി യുദ്ധവിമാനങ്ങൾ 2000 മണിക്കൂറിലധികം പറത്തിയ അനുഭവ പരിചയമുള്ള മികച്ച ടെസ്റ്റ് പൈലറ്റായി അദ്ദേഹം മാറി. കോംബാറ്റ് ലീഡർ, ടെസ്റ്റ് പൈലറ്റ് എന്നീ നിലകളിലുള്ള വൈദഗ്ധ്യം അദ്ദേഹത്തെ ഇന്ത്യയുടെ മനുഷ്യ ബഹിരാകാശ യാത്രാ ദൌത്യത്തിന് തിരഞ്ഞെടുക്കുന്നതിലേക്ക് നയിച്ചു. 2019 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയ്റോസ്പേസ് മെഡിസിൻ ശുഭാൻഷു ശുക്ലയെ ISROയുടെ ആദ്യത്തെ ബഹിരാകാശ യാത്രികരുടെ പരിശീലന സംഘത്തിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. 2020 അടിസ്ഥാന ബഹിരാകാശ യാത്രാ പരിശീലനത്തിനായി അദ്ദേഹം റഷ്യയിലെ യൂറി ഗഗാരിൻ കോസ്മോനോട്ട് പരിശീലന കേന്ദ്രത്തിൽ എത്തി. 2021 ഈ പരിശീലനം പൂർത്തിയാക്കി. തുടർന്ന് ബംഗളൂരുവിലെ ISROയുടെ ബഹിരാകാശ യാത്രിക പരിശീലന കേന്ദ്രത്തിൽ കൂടുതൽ തയ്യാറെടുപ്പിനായി അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി. 2024 ഫെബ്രുവരി 27 വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രം സന്ദർശിക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ശുഭാൻഷു ശുക്ലയെ ദൌത്യത്തിനായി തിരഞ്ഞെടുത്ത വിവരം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. താൻ ബഹിരാകാശത്തേക്ക് പോകുമ്പോൾ 140 കോടി ഹൃദയങ്ങളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും വഹിക്കുന്നതായി വിക്ഷേപണത്തിന് മുന്നോടിയായി ആക്സിയം സ്പേസ് പുറത്തിറക്കിയ വീഡിയോയിൽ ശുഭാൻഷു ശുക്ല പറഞ്ഞു. നാസയുടെ മുൻ ബഹിരാകാശ യാത്രിക പെഗ്ഗി വിറ്റ്സനാണ് ആക്സിയം 4നെ നയിക്കുന്നത്. 2 തവണ ISSന്റെ കമാൻഡറായിരുന്ന
നൂറുകണക്കിന് ദിവസം ബഹിരാകാശത്ത് ചിലവഴിച്ച 10 ബഹിരാകാശ നടത്തങ്ങൾ പൂർത്തിയാക്കിയ ബഹിരാകാശത്തെ പരിചയസമ്പന്നയായ വ്യക്തിയാണ് വിൻസൺ. യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിനായി മെയ് 25 മുതൽ സമ്പർക്ക വിലക്കിലാണ് ബഹിരാകാശ യാത്രികർ കഴിയുന്നത്. വിക്ഷേപണത്തിന് തയ്യാറാണെന്നും എല്ലാ പരിശീലനവും പൂർത്തിയായതായും വിൻസൺ പറഞ്ഞു. 2027 നടക്കാനിരിക്കുന്ന മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ യാത്രയ്ക്കായി കഴിഞ്ഞ വർഷം 4 ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥരിൽ ഒരാളായി ശുഭാൻശുവിനെ തെരഞ്ഞെടുത്തിരുന്നു. 3 ബഹിരാകാശ യാത്രികരെ 400 കിലോമീറ്റർ ഭ്രമണപഥത്തിലേക്ക് അയച്ച് 3 ദിവസത്തിനുള്ളിൽ അവരെ തിരികെ കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്നതാണ് ഗഗൻയാൻ ദൌത്യം. 2035ഓടെ ബഹിരാകാശ നിലയം സ്ഥാപിക്കാനും 2040ഓടെ ചന്ദ്രനിലേക്ക് ബഹിരാകാശ യാത്രികരെ അയക്കാനുമുള്ള പദ്ധതികളും ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗഗൻയാന് തയ്യാറെടുക്കുന്നതിനായി ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയായ ISRO നിരവധി പരീക്ഷണങ്ങൾ നടത്തിവരികയാണ്. ഡിസംബറിൽ പരീക്ഷണങ്ങളുടെ ഭാഗമായി വനിതാ ഹ്യൂമനോയിഡ് റോബോട്ടിനെ ബഹിരാകാശത്തേക്ക് അയക്കാൻ പദ്ധതിയിടുന്നുണ്ട്. അതേസമയം കാലാവസ്ഥാ പ്രതിസന്ധിയും സാങ്കേതിക തകരാറും കാരണം 2 തവണ ആക്സിയം 4 ദൌത്യം നീട്ടിവച്ചു. ജൂൺ 10 നടക്കേണ്ടിയിരുന്ന ദൌത്യം കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഇന്നത്തേക്ക് മാറ്റിവച്ചിരുന്നു. എന്നാൽ പരിശോധനയിൽ ഓക്സിജൻ ചോർച്ച കണ്ടെത്തിയതിനാൽ ദൌത്യ വിക്ഷേപണം രണ്ടാമതും മാറ്റിവെക്കുകയായിരുന്നു. തകരാർ പരിഹരിച്ച് വിക്ഷേപണത്തിനുള്ള അടുത്ത തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്ന് ISRO ചെയർമാൻ V. നാരായണൻ അറിയിച്ചു. രാജ്യത്തിന്റെയും ആഗോള സമൂഹത്തിന്റെയും അഭിമാനം ഉയർത്തിപ്പിടിക്കാനൊരുങ്ങുന്ന ശുഭാൻശു ശുക്ല ഉൾപ്പെടെയുള്ള ബഹിരാകാശ യാത്രികരുടെ ആക്സിയം 4 ദൌത്യം അന്താരാഷ്ട്ര സഹകരണത്തോടെയും നൂതന സാങ്കേതിക വിദ്യയിലൂടെയും ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് കരുത്തേകുമെന്ന പ്രതീക്ഷയിലാണ് നാട്. ചന്ദ്രയാനും മംഗൾയാനും ഒരു തലമുറയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ പ്രചോദിപ്പിച്ചതുപോലെ ആക്സിയം 4 ബഹിരാകാശ മേഖല ജീവിതോപാധിയായി തിരഞ്ഞെടുക്കാനുള്ള സാധ്യതകളും വർദ്ധിപ്പിക്കുകയാണ്. ആഗോളതലത്തിൽ പ്രാധാന്യമുള്ള ഒരു ദൌത്യത്തിൽ ഇന്ത്യൻ ബഹിരാകാശ യാത്രികന്റെ സാന്നിധ്യം ഈ മേഖലയിലെ പ്രവേശനത്തിനുള്ള പ്രതിസന്ധികളെല്ലാം മാറിയെന്ന് വ്യക്തമാക്കുന്നതാണ്. കൃത്യമായ പരിശീലനവും വൈദഗ്ധ്യവും ഉണ്ടെങ്കിൽ ബഹിരാകാശം പ്രാപ്യമാണെന്നും ഇത് കാട്ടിത്തരുന്നു. ഇതിലൂടെ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് സ്റ്റെം കരിയറുകളിലേക്കും ബഹിരാകാശ ശാസ്ത്രത്തിലേക്കും എയറോസ്പേസ് എഞ്ചിനീയറിംഗിലേക്കുമുള്ള വാതായനങ്ങൾ തുറക്കുക തന്നെ ചെയ്യും. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. ആക്സിയം 4 അന്താരാഷ്ട്ര ബഹിരാകാശ ദൌത്യം. ശുഭപ്രതീക്ഷയുമായി ഇന്ത്യയുടെ ശുഭാൻശു ശുക്ലയും. തയ്യാറാക്കിയത് സിനവ് സത്യൻ, മാധ്യമപ്രവർത്തകൻ.